ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന രണ്ട് മൂന്ന് സംശയങ്ങൾ അതിനുള്ള മറുപടിയുമായിട്ടാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇനി പഠിച്ചു തുടങ്ങിയാൽ, അതായത് ഇപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ ഈ ഒരു എക്സാമിനേഷൻ കിട്ടുമോ എന്നൊരു ചോദ്യമുണ്ട്. അതിനുള്ള ഉത്തരവെന്ന് പറഞ്ഞാൽ കിട്ടും എന്ന് തന്നെയാണ്. മറ്റൊരു ചോദ്യം, അതായത് ഇതിൻ്റെ പോസ്റ്റുകളുടെ എണ്ണം മതിയായ നമ്പറിൽ ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഈ രണ്ട് ചോദ്യങ്ങൾ, അതായത് കുട്ടികളുടെ ഉള്ളിൽ നിന്നുണ്ടായ ചോദ്യങ്ങളാണ്, സംശയങ്ങളാണ്, അതിനുള്ള മറുപടിയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഉത്തരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചോദ്യത്തിനും നിങ്ങൾക്ക് പറ്റും എന്നുള്ളത് തന്നെയാണ്. പോസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം തസ്തികകളുണ്ട്, ഈ തസ്തികകൾക്ക് നിങ്ങൾക്കുള്ള വേക്കൻസി ആണോ നിങ്ങൾക്ക് കിട്ടുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ ഉത്തരവെന്ന് പറഞ്ഞാൽ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ളതാണ് എന്ന് ഉറപ്പിച്ച് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടും എന്നുള്ളതാണ്. ഇനി രണ്ടാമത് ഡേറ്റാസിനെ വെച്ചുകൊണ്ടുള്ള ഒരു അനാലിസിസ് ആണ്. അവിടെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു നിങ്ങളുടെ സംശയം എന്ന് പറയുന്നത് വെറും വൃഥാവിലുള്ളതാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടും എന്നുള്ളത്. ഇവിടെ നമ്മുടെ മുമ്പിൽ 5 തസ്തികകൾക്ക് വേണ്ടി ഒരു എക്സാമിനേഷൻ ആണുള്ളത്. അസിസ്റ്റന്റ് പ്രോഗ്രാമർ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ മസ്തിഫെഡ്, ഡെപ്യൂട്ടി മാനേജർ മസ്തിഫെഡ്, മാനേജർ മസ്തിഫെഡ്, അസിസ്റ്റന്റ് മാനേജർ മസ്തിഫെഡ്. ഇത്രയും പോസ്റ്റുകൾക്ക് വേണ്ടി ഒറ്റ എക്സാമേ ഉള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുൻ വർഷങ്ങളിൽ ഇതുപോലെ തന്നെ നടന്ന എക്സാമിനേഷനുകളാണ്. അവയിൽ പല എക്സാമിനേഷനുകൾക്കും വേക്കൻസികൾ പോലും റിപ്പോർട്ട് ചെയ്തില്ല, ചിലതിന് ഒരെണ്ണം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എക്സാമിനേഷൻ നടക്കുകയും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ചെയ്തപ്പോൾ അതിൽ വന്ന മാറ്റങ്ങൾ വളരെ വ്യത്യാസപ്പെട്ടതാണ്. അത് എന്താണ് എന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമായിട്ട് 2021 പ്രോഗ്രാമർ എന്ന് പറയുന്ന ഒരു എക്സാം വിളിച്ചു. അത് യൂണിവേഴ്സിറ്റീസുകളിലേക്കായിരുന്നു. അന്ന് വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് കേവലം ഒരെണ്ണമായിരുന്നു. അതിന്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കാം. അത് 101 പേരുടെ മെയിൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും 41 പേർക്ക് അഡ്വൈസ് പോവുകയും ചെയ്ത ഒരു എക്സാമിനേഷൻ ആയിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. അതായത് ഒരു വേക്കൻസിക്ക് വേണ്ടി നടത്തിയിട്ട് 101 പേരുടെ ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്തത്. അതിൽ നിന്ന് 43 പേരുടെ അഡ്വൈസ് പോയിട്ട് ഇപ്പോഴും റാങ്ക് ലിസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണ്. അടുത്തത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ വന്നതാണ്. അത് അന്ന് റിപ്പോർട്ട് ചെയ്തത് ഇതുപോലെ തന്നെ ഒരു വേക്കൻസി ആയിരുന്നു. 21 പേരുടെ മെയിൻ ലിസ്റ്റ് വന്നു. 6 പേർക്ക് ഇതിനോടകം തന്നെ അഡ്വൈസ് പോയിട്ടുണ്ട്. അടുത്തത് പ്രോഗ്രാമർ തസ്തിക കേരള PSCയിലേക്കായിരുന്നു. ഒരു വേക്കൻസി മാത്രമായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. 5 പേരുടെ മെയിൻ ലിസ്റ്റ് വന്നു. 6 പേരെ അതിൽ നിന്ന് അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനിയുള്ളത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ബെപ്കോ, കേരഫെഡ് ആണ്. ഇവയുടെയൊക്കെ ഷോർട്ട് ലിസ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ, മെയിൻ ലിസ്റ്റ് വന്നിട്ടില്ല. ഇവയുടെ നമ്പർ വലിയൊരു സംഖ്യയായിട്ട് മാറും. അതായത് നിങ്ങളുടെ മുമ്പിലുള്ള 5 തസ്തികൾക്ക് വേണ്ടിയാണ് ലിസ്റ്റ് വരുന്നതെന്ന് ഓർക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ ഇന്നോളം കേരള PSC പബ്ലിഷ് ചെയ്തത് വെച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ലിസ്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാവുന്ന വലിയൊരു നഷ്ടമാണ്. കാരണം ഇവയെക്കാളും ഒക്കെ വലിയൊരു നമ്പർ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പോസ്റ്റുകൾക്കൊക്കെ ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്ക് അത്യാവശ്യം വേക്കൻസികൾ വരും. അതിനാനുപാതികമായിട്ടുള്ളൊരു മെയിൻ ലിസ്റ്റ് ആയിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. ഈ മെയിൻ ലിസ്റ്റിൽ നിന്ന് അതിനാനുപാതികമായിട്ടുള്ള ഒരു അഡ്വൈസും പോകാനാണ് സാധ്യത. അപ്പോൾ ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ തന്നെ പഠിച്ച് ഈ ഒരു എക്സാമിനേഷനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത് നിങ്ങളുടെ സംശയത്തിനുള്ള ഉത്തരം ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി ആദ്യത്തേത്, ഇനി പഠിച്ചാൽ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുമോ? വളരെ വ്യക്തമായിട്ടൊരു മറുപടി പറഞ്ഞാൽ പറ്റും എന്നുള്ളതാണ്. കാരണം ഇനി നമ്മുടെ മുമ്പിൽ ഏതാണ്ട് 50-നടുത്ത ദിവസങ്ങൾ ബാക്കി നിൽക്കുകയാണ്. നിങ്ങൾ ആരും തന്നെ നിങ്ങളുടെ ബിരുദം പാസ്സായിരിക്കുന്നത് പഠിക്കാതെയല്ല, നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണയുള്ള ഒരു മേഖലയിലാണ്. ഇവിടെ ചോദ്യങ്ങളായിട്ട് വരുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ സബ്ജക്റ്റുകളൊന്നുമല്ല, കമ്പ്യൂട്ടർ ഓൺ സബ്ജക്റ്റ് ആണ്. ഇതിന് വ്യക്തമായ സിലബസ് ഉണ്ട്. ആ സിലബസിന് കൃത്യമായ വെയിറ്റേജും ഉണ്ട്. അപ്പോൾ ഈ സിലബസുകൾ നിങ്ങൾക്ക് അറിയാവുന്ന സിലബസ് ആയതുകൊണ്ട് തന്നെ കൃത്യമായി ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നതിൽ സംശയം വേണ്ട. മാത്രമല്ല ഈ ഒരു എക്സാമിനേഷൻ, അതായത് മത്സര പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്താൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എക്സാമിനേഷന്റെ രീതി. മുൻവർഷ ചോദ്യ പേപ്പറുകളും സിലബസ് ക്ലിയർ ആയിട്ട് വർക്കൗട്ട് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാം. പക്ഷേ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് പഠിക്കുവാനുള്ള മനസ്സുണ്ടാവണം. അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് കുറച്ച് സമയം വേണം. ഇനി പഠിക്കാൻ പറ്റില്ലേ എന്ന് തോന്നുന്ന എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. എങ്ങനെയാണ്? ഡെയിലി 1 മണിക്കൂർ മാത്രം വായിച്ചു പോയാൽ ഇനിയുള്ള സമയത്തൊന്നും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു പ്രതീക്ഷയോടുകൂടി ആരും പ്രിപ്പയർ ചെയ്യുകയും വേണ്ട.
എന്നാൽ ഈ ഒരു ജോലി കിട്ടണം, അതിനുവേണ്ടി മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും മാറ്റി വെക്കാം എന്നൊരു മാനസികമായിട്ട് തയ്യാറെടുത്ത് വരുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ ഒരു എക്സാമിനേഷൻ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പഠനം ഒരു 8 മണിക്കൂറായിട്ട് മാറ്റി വെക്കുകയും കൃത്യമായ സിലബസുകൾ നന്നായിട്ട് പഠിക്കുകയും ആ പഠിച്ച കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ മുഴുവൻ റിവൈസ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിൽ ഡെഡിക്കേറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്താൽ ഡെഫിനറ്റ്ലി ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടാവും. അതും വളരെ നല്ലൊരു പൊസിഷനിൽ, അഡ്വൈസ് കിട്ടുന്ന ഒരു പൊസിഷനിൽ നിങ്ങൾ ഉണ്ടായിരിക്കുമെന്നത് ഉറപ്പിച്ച് പറയാൻ കഴിയും. പഠനം കൃത്യമായ ദിശയിലായിരിക്കണം, കൃത്യമായി സിലബസ് ഓറിയന്റഡ് ആയിരിക്കണം എന്നീ കണ്ടീഷനുകൾ ബാധകമാണ്. അതായത് നിങ്ങൾ പഠിക്കുമ്പോൾ എന്തൊക്കെ ചെയ്തിരിക്കണം? സിലബസ് ഓറിയന്റഡ് ആയിട്ട് പോകണം, മുൻവർഷ ചോദ്യ പേപ്പറുകൾ പഠിച്ചിരിക്കണം, പരീക്ഷയ്ക്ക് വരേണ്ടുന്ന കാര്യങ്ങൾ പഠിക്കണം, കാട് കയറി പഠിക്കാനും പാടില്ല. അത്തരത്തിൽ നിങ്ങൾക്ക് പഠിക്കുവാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സഹായിയായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. മറ്റൊന്നുമല്ല, കമ്പ്യൂട്ടർ ആൻഡ് സയൻസ് MCA ആൻഡ് IT എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ്. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ കേരള PSCയുടെ ഇതിനോടകം നടത്തിയിട്ടുള്ള മുൻവർഷ ചോദ്യപേപ്പറുകൾ മുഴുവൻ ഇതിൽ കിട്ടും. അതുപോലെ തന്നെ UGC നെറ്റ് പോലുള്ള എക്സാമിനേഷനകത്ത് അഡ്വാൻസ്ഡ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകൾ കിട്ടും. കൃത്യമായിട്ട് ഒരു ഗൈഡൻസ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യന്റെ സൊല്യൂഷനും ഒപ്പം തന്നെ അതിന്റെ ഓപ്ഷനുകളും പഠിച്ചു പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ ഒരു വരാൻ പോകുന്ന പരീക്ഷയുടെ ഏതാണ്ട് ലെവൽ പ്ലേയിങ്ങിലേക്ക് എത്താൻ പറ്റും. അതായത് കട്ട് ഓഫ് മാർക്ക് കടക്കാൻ പറ്റും. കട്ട് ഓഫ് മാർക്ക് കടന്നുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടുമോ? ഇല്ല. അതിനായിട്ട് ഏണസ് അക്കാഡമിയുടെ കോഴ്സുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബുക്കിൽ ഉപരിയായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഗൈഡൻസ് കിട്ടും. ഇതൊരു റെക്കോർഡഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഇതിനോടകം കഴിഞ്ഞ മുഴുവൻ കണ്ടന്റുകൾക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. കുറച്ചധികം സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം. കൃത്യമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ഇതിനോടകം കഴിഞ്ഞ ക്ലാസ്സുകളും കണ്ട് അതിനകത്ത് നടന്ന വർക്കൗട്ട് സെഷനുകളിൽ നമുക്ക് ഒന്നേന്ന് പങ്കാളിയായി സമയം കൊടുത്ത് പഠിച്ചാൽ ഉറപ്പിച്ച് പറയാൻ പറ്റും ഇതിനോടകം ഏതൊക്കെ ഉദ്യോഗാർത്ഥികൾ ഏത് ലെവലിൽ എത്തിയിരിക്കുന്നോ അതിനേക്കാളും ഒരു പടി മുമ്പിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അത് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും തന്നെ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അവർക്ക് ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ ഉയരണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് ആ ഒരു ലെവലിലേക്ക് എത്തി അവർക്കൊപ്പം എത്തി മത്സരിച്ച് അവർക്ക് മുമ്പിലെത്തണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? കട്ട് ഓഫിന് മുകളിൽ ഒരു നല്ല സ്കോറിലെത്തി നല്ലൊരു റാങ്കിൽ എത്താൻ പറ്റൂ. അപ്പോൾ മറക്കണ്ട, ഈ 2 ലക്ഷ്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. നിങ്ങളുടെ ജോലി ഒരു സർക്കാർ ജോലിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്യുക. ആ ഒരു കോഴ്സിനെ പറ്റിയും ഈ പറഞ്ഞിരിക്കുന്ന ബുക്കിനെ പറ്റിയും വിശദ വിവരങ്ങൾ അറിയണമെങ്കിൽ എന്ത് ചെയ്യുക? താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.